ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം മലയാള ഭാഷയിൽ 1976 ഭരണങ്ങാനം അസീസി ആശ്രമത്തിൽ വെച്ചാണ് നടത്തിയത്. ആർ മണ്ടച്ചൻ്റെ നേതൃത്വത്തിൽ. ഏതാണ്ട് ഒരു 17 വർഷം ഡയറക്ടറായിട്ട് അദ്ദേഹം അവിടെ സേവനം ചെയ്തു. പലരും പറയുമ്പോൾ വിതുമ്പും. അവർ പറയുമ്പോൾ അവർക്ക് തന്നെ അവരുടെ കണ്ണ് നിറയാറുണ്ട്. ആർമണ്ടച്ചനെക്കുറിച്ച് പറയുമ്പോൾ ആർമണ്ടച്ചൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആർമണ്ടച്ചൻ്റെ ലാളിത്യത്തെക്കുറിച്ച്. ഓലമേഞ്ഞ ഏതാനും ഷെഡുകൾ ഉണ്ടാക്കി പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടെ 98 ആ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 4 മണിയാകുമ്പോൾ അദ്ദേഹം സക്രാരിയുടെ മുമ്പിൽ നിശബ്ദമായി ഇരുന്ന് പ്രാർത്ഥന തുടങ്ങും. എൻ്റെ പേര് ഫാദർ വിൻസെൻ്റ് കുരിശുമൂട്ടിൽ. കപ്പുച്ചിൻ സഭയിലെ ഒരംഗമാണ്. പാവനാത്മ പ്രോവിൻസിലെ ഒരംഗമാണ്. ബഹുമാനപ്പെട്ട ആർമണ്ടച്ചനും ഞാനും ഒന്നിച്ച് 12 വർഷങ്ങൾ അസീസി ആശ്രമത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മുറികൾ അടുത്തടുത്തായിരുന്നു. പല തസ്തികളിൽ ആയിട്ട് ഞാനവിടെ സെമിനാരിയിൽ ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 വർഷം ആശ്രമത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ്റെ പിൻഗാമിയായിട്ടും ഞാൻ അവിടെ ഒരു 7 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ 12 വർഷം ആകെ ഭരണങ്ങാനത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ എത്രയും വർഷങ്ങൾ താമസിക്കാനായിട്ടൊക്കെ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ആർമണ്ടച്ചൻ എന്നേക്കാൾ സീനിയറാണ്. കരിസ്മാറ്റിക് നവീകരണം ഇന്ത്യയിൽ ആരംഭിച്ചത് ബോംബെയിലാണ്. അന്ന് അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന 1-2 വൈദികർ, ഫാദർ ഫിയോ, റൂഫസ്, ജെയിംസ് ടുസൂസ തുടങ്ങിയ വൈദികർ കേരളത്തിൽ വന്ന് 2-3 ധ്യാനങ്ങൾ, ഒന്ന് ഇവിടെ ആദ്യത്തെ കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിലും, രണ്ടാമത്തേത് ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ, മൂന്നാമത്തേത് കോട്ടയം MOCയിലും 3 ധ്യാനങ്ങൾ അവർ നടത്തി. അത് 75-ലൊക്കെയാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. അതിൽ കോട്ടയത്ത് നടന്ന കോഴിക്കോടും അതുപോലെ കോട്ടയത്ത് നടന്ന 2 ധ്യാനങ്ങളിലും ബഹുമാനപ്പെട്ട ആർമണ്ടച്ചനും ഭാഗ്യസ്മരണാർഹനായ ഗ്രേഷ്യനച്ചൻ, ഞങ്ങളുടെ സഭയിൽ ഒരു വന്യവൈദികൻ, അവരും പിന്നെ KK ജോൺ അച്ഛൻ, MSF സഭയിലെ KK ജോൺ അച്ഛനും, അവർ 3 പേരും ഈ 2 ധ്യാനങ്ങളിലും പങ്കെടുത്തു. അവർക്ക് ആ ധ്യാനം വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് മലയാള ഭാഷയിൽ മലയാളികൾക്ക് വേണ്ടി നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. അവർ 3 കൂടി ഏറ്റുമാനൂരിലുള്ള MSF സെമിനാരിയിൽ താമസിച്ച് ഒരാഴ്ച താമസിച്ച് പ്രാർത്ഥിച്ച് ഷെയർ ചെയ്ത് ഒരുങ്ങി മലയാളത്തിൽ കരിസ്മാറ്റിക് ധ്യാനം നടത്താൻ. ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനം മലയാള ഭാഷയിൽ 1976 ഭരണങ്ങാനം അസീസി ആശ്രമത്തിൽ വെച്ചാണ് നടത്തിയത്. ആർ മണ്ടച്ചൻ്റെ നേതൃത്വത്തിൽ. അന്ന് വളരെ കുറച്ച് പേര് അതിൽ പങ്കെടുത്തു. എൻ്റെ ഓർമ്മയുണ്ട് 39 പേരോ മറ്റോ പങ്കെടുത്തുള്ളൂ. വന്നുപോയുള്ള ധ്യാനമായിരുന്നു. കാരണം അന്ന് കരിസ്മാറ്റിക് നവീകരണത്തെപ്പറ്റി ആളുകൾക്കൊന്നും അറിഞ്ഞുകൂടാ. ചിലർക്കൊക്കെ മുൻവിധിയുണ്ടായിരുന്നു. എങ്കിലും ആർമണ്ടച്ചൻ ടീമും ഭഗ്നാശയരായില്ല. അവരെല്ലാ മാസത്തിലും ഓരോ ധ്യാനം നടത്തി. അത് കഴിഞ്ഞ് 78 ആയപ്പോഴേക്കും താമസിച്ച് ധ്യാനിക്കാനുള്ള സൗകര്യങ്ങളായി. അസീസി ധ്യാന കേന്ദ്രം 78 ഉദ്ഘാടനം ചെയ്തു. അതേ തുടർന്ന് അച്ഛൻ അവിടെ ഡയറക്ടറായിട്ട് 90 ഏതാണ്ട് ഒരു 17 വർഷം ഡയറക്ടറായിട്ട് അദ്ദേഹം അവിടെ സേവനം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് ആരെങ്കിലും തുടരണമല്ലോ എന്ന് കരുതി അധികാരികൾ എന്നെ അച്ഛൻ്റെ പിൻഗാമിയായിട്ട് അവിടെ അസീസി ആശ്രമത്തിൽ ധ്യാന കേന്ദ്രത്തിൽ ഡയറക്ടറായിട്ട് എന്നെ നിയമിച്ചു. അച്ഛൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഒരു 3 വർഷം കൂടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് എന്നെ ഇനീഷ്യേറ്റ് ചെയ്യാനൊക്കെയായി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ധ്യാന കേന്ദ്രത്തിൽ 3 വർഷം ഒന്നിച്ച് പ്രവർത്തിക്കാനും
അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛന് ഒരു പ്രചോദനം പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടിയത് മലബാർ പ്രദേശത്ത് അങ്ങനെ ഒരു ധ്യാനകേന്ദ്രം വേണമെന്ന്. കാരണം ഇവിടെ നിന്നൊക്കെ ആളുകൾ ഭരണങ്ങാനത്ത് ആ കാലത്ത് വന്നിരുന്നു. അതുകൊണ്ട് അച്ഛൻ പിന്നെ അധികാരികളോട് ആലോചിച്ച് അനുവാദം വാങ്ങി ഇവിടെ നിന്നും ധ്യാനിക്കാൻ വന്ന ഏതാനും പേരുടെ സഹായത്തോടുകൂടി ഇരിട്ടിയിൽ വന്ന് ഈ ധ്യാനകേന്ദ്രത്തിനുള്ള സ്ഥലം കണ്ടെത്തി ഈ സ്ഥലം ഇവിടെ ധ്യാനകേന്ദ്രം ആരംഭിക്കുന്നത്. 96 ആർമണ്ടച്ചൻ ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടിൽ, ഇവിടെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ താമസിച്ചിരുന്ന ചെറിയ വീട്ടിലാണ് അദ്ദേഹം സെബാസ്റ്റ്യൻ ബ്രദറിനോടൊപ്പം താമസിച്ചിരുന്നത്. അന്ന് ശനിയാഴ്ചകളിലൊരു പ്രാർത്ഥനാ കൂട്ടായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ദിവസങ്ങളിൽ അദ്ദേഹം അടുത്തുള്ള ഇടവകകളിലൊക്കെ പോയി സന്ദർശിച്ച് ജനങ്ങളോട് ഈ ഇവിടെ ധ്യാനകേന്ദ്രം തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുകയും അവരുടെ സഹകരണങ്ങളൊക്കെ ചോദിക്കുകയും അങ്ങനെ ഒരു താൽക്കാലിക ധ്യാനകേന്ദ്രം ഓലമേഞ്ഞ ഏതാനും ഷെഡുകൾ ഉണ്ടാക്കി പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടെ 98 ആ ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. താമസിച്ചുള്ള ധ്യാനിക്കാനുള്ള ധ്യാനകേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഇവിടെ 2000 ആണ്ട് വരെ ശുശ്രൂഷ ചെയ്തു. 2000 ആണ്ടായപ്പോഴേക്കും അദ്ദേഹം രോഗിയായി. 2000 ആണ്ട് പകുതിയോടുകൂടി അദ്ദേഹം ക്യാൻസർ രോഗിയായി തീർന്നു. ശ്വാസകോശത്തിന് ക്യാൻസറായിരുന്നു. വളരെ വൈകിയാണത് കണ്ടെത്തിയത്. അതുകൊണ്ട് കണ്ടെത്തിയപ്പോഴേക്കും ആന്തരിക അവയവങ്ങളിലെല്ലാം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും അമല ആസ്പത്രിയിൽ കൊണ്ടുപോയി ഏതാനും മാസങ്ങൾ അവിടെ ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നു. അച്ഛനെ രോഗിയായിരിക്കുമ്പോൾ ഭരണങ്ങാനത്ത് അമലയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഭരണങ്ങാനത്ത് വന്നു. ഏതാനും ദിവസങ്ങൾ അവിടെ താമസിച്ചു. അന്ന് ഞാൻ ഭരണങ്ങാനത്തുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛനെ ഇനിയിപ്പോൾ ഇവിടെ വിശ്രമിക്കല്ലേ, ചികിത്സയ്ക്കുമൊക്കെ ഇവിടെയല്ലേ കൂടുതൽ സൗകര്യം എന്ന് ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, എന്നെ കർത്താവ് അങ്ങോട്ടാണ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കിടന്നു മരിക്കും, എന്നെ അവിടെ അടക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് അച്ഛന് പറയുന്നുണ്ട്. അങ്ങനെ നിർബന്ധമായിട്ട് അച്ഛൻ ഇങ്ങോട്ട് തന്നെ പോന്നു. 2001 ജാനുവരി 12-ാം തീയതി അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം മരിച്ചപ്പോൾ മുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും ഒത്തിരി അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ മധ്യസ്ഥം വഴി ലഭിക്കാനും ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. രോഗശാന്തിയും മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ കിട്ടിയ ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. ആർമണ്ടച്ചനെ കണ്ടിട്ടുള്ളവരൊക്കെ ഒരു വിശുദ്ധനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ ആകാര ഭംഗിയൊന്നും ഉള്ള ആളല്ലായിരുന്നു. ഒരു ചെറിയ മനുഷ്യൻ, വലിയ പണ്ഡിതനായിരുന്നില്ല, വലിയ വാഗ്മിയായിരുന്നില്ല, സംസാരത്തിൽ തന്നെ സ്ഫുടത കുറവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അദ്ദേഹം ആ പരിമിതികളെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ, തീക്ഷ്ണതയോടുകൂടി ഹൃദയത്തെ നിന്ന് ഹൃദയത്തിലേക്ക് ഉള്ള കമ്മ്യൂണിക്കേഷൻ, ഹൃദയത്തെ തട്ടുന്ന പ്രസംഗങ്ങളായിരുന്നു ആർമണ്ടച്ചൻ്റെ പ്രസംഗങ്ങൾ. അതുകൊണ്ടാണ് ഒത്തിരിയേറെ 10,000-കണക്കിന് ആളുകൾ ആ കാലത്ത് നവീകരണത്തിലേക്ക് വരുന്നതിന് അച്ഛനെ കർത്താവ് ഉപകരണമാക്കിയിട്ടുണ്ട്. ദേവദാസൻ ആർമണ്ടച്ചൻ്റെ കബറിടത്തെങ്കിലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ഫാദർ ജോസ് തച്ചുകുന്നേൽ. ഞാൻ ഈ വിമലഗിരി ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. ആർമണ്ടച്ചൻ ആണ് ഈ ധ്യാനകേന്ദ്രം സ്ഥാപിച്ചത്. ആർമണ്ടച്ചൻ 2001 ജനുവരി 12-ാം തീയതി തൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. അതിനുശേഷം ഇതിൻ്റെ സാരഥിയായത് വിൻസെൻ്റച്ചനാണ്. വിൻസെൻ്റച്ചൻ തുടർന്ന് 10 വർഷത്തോളം ഇതിൻ്റെ സാരഥിയായിരുന്നു.
ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. അതുപോലെ തന്നെ ആർമണ്ടച്ചൻ്റെ ഒരു മ്യൂസിയം ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിലുണ്ട്. അതിൽ ആർമണ്ടച്ചൻ്റെ വസ്ത്രങ്ങളും ആർമണ്ടച്ചൻ ഉപയോഗിച്ച ബൈബിള്, അതുപോലെ ആർമണ്ടച്ചൻ്റെ കണ്ണട, ആർമണ്ടച്ചൻ്റെ ഉപയോഗിച്ച കാസ, പീലാസ, ആർമണ്ടച്ചൻ ഉപയോഗിച്ച തിരുവസ്ത്രങ്ങൾ, അങ്ങനെ ആർമണ്ടച്ചൻ എഴുതിയ ആർമണ്ടച്ചൻ്റെ എഴുത്തുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ആ മ്യൂസിയത്തിൽ ഉണ്ട്. ആർമണ്ടച്ചൻ ശരിക്കും ഒരു വിശുദ്ധനായിട്ടുള്ള മനുഷ്യനായിരുന്നു. പലരും പറയുമ്പോൾ വിതുമ്പും. അവർ പറയുമ്പോൾ അവർക്ക് തന്നെ അവരുടെ കണ്ണ് നിറയാറുണ്ട് ആർമണ്ടച്ചനെക്കുറിച്ച് പറയുമ്പോൾ. ആർമണ്ടച്ചൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ആർമണ്ടച്ചൻ്റെ ലാളിത്യത്തെക്കുറിച്ച്. ആർമണ്ടച്ചൻ്റെ കൂടെ ജോലി ചെയ്തവരാണ് ഇപ്പോഴും ഇവിടെ പ്രേക്ഷിതരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത്. ഏതാണ്ട് 10-25 വർഷമായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ജൂബിലി കഴിഞ്ഞ വർഷമായിരുന്നു, അതിൻ്റെ രജത ജൂബിലി വർഷം അത് കഴിഞ്ഞു. അപ്പോൾ 25 വർഷം ഇവിടെ ശുശ്രൂഷ ചെയ്തവരെല്ലാം ഞങ്ങൾ അനുസ്മരിക്കുകയൊക്കെ ഉണ്ടായി. അവരിപ്പോഴും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ മുറിയാണ് ആർമണ്ടച്ചൻ അവസാനമായി ഉപയോഗിച്ചിരുന്ന മുറി. ആർമണ്ടച്ചൻ ഈ മുറിയിൽ വെച്ചാണ്, ഇവിടെ കാണുന്ന ഈ മുറിയിൽ വെച്ചാണ് ആർമണ്ടച്ചൻ മരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്നിപ്പോൾ ഓടൊക്കെ ഇട്ട് കുറച്ചുകൂടെ അത് തേച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയാക്കി ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 4 മണിയാകുമ്പോൾ അദ്ദേഹം സക്രാരിയുടെ മുമ്പിൽ നിശബ്ദമായി ഇരുന്ന് പ്രാർത്ഥന തുടങ്ങും. ക്ലാസ്സും കൗൺസിലിങ്ങും ഒക്കെ അച്ഛന്മാരാണ് കൂടുതലും നടത്തിയിരുന്നത്. അതുകൊണ്ട് വിശ്രമമില്ലാത്ത ജോലിയാണ്. രാത്രി വേണ്ട 9 മണിയാകും ആ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ കഴിയുമ്പോൾ. അത് കഴിഞ്ഞ് വന്നാലും 1 മണിക്കൂറെങ്കിലും സക്രാരിയുടെ മുമ്പിൽ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം കിടന്നുറങ്ങുമായിരുന്നുള്ളൂ. ഊട്ടുമുറിയിൽ ഭക്ഷണം വിളമ്പുന്നിടത്ത് പോലും അച്ഛനുണ്ടാവും. അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞിട്ട് ശുശ്രൂഷകരുടെ കൂടെ ഇരുന്ന് അച്ഛൻ ഭക്ഷണം കഴിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജപമാല എപ്പോഴും അച്ഛൻ്റെ കയ്യിലുണ്ട്. എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോഴും അമ്മയോടുള്ള ഭക്തി കൊണ്ടാണ്, അമ്മയുടെ നാമത്തിലാണ് ഈ ധ്യാന കേന്ദ്രം ആരംഭിച്ചത്. ഇരിട്ടിയിലെ ധ്യാന കേന്ദ്രം വിമലഗിരി ധ്യാന കേന്ദ്രമെന്ന് പേര് കൊടുത്തു. പടിപടിയായിട്ട് ഇനിയും ഈ നാമകരണത്തിൻ്റെ മറ്റ് പടികളും കൂടെ കടന്ന് എന്നെങ്കിലും അച്ഛനെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തും എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഇവിടെയും ചുരുങ്ങിയ 4 വർഷം കൊണ്ട് ഈ നാട്ടുകാരുടെയൊക്കെ ഹൃദയം കവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് മരിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയത്.